പശ്ചിമേഷ്യയെ ആകെ അസ്വസ്ഥമാക്കിയ ഇസ്രയേൽ-ഇറാൻ സംഘർഷം 19ാം ദിവസവും അതീവ ഗുരുതരമായി തുടരുകയാണ്. വ്യോമാക്രമണങ്ങളും മിസൈൽ പ്രഹരങ്ങളും രഹസ്യ ഓപ്പറേഷനുകളും ഉൾപ്പെടെ പലതരത്തിലുള്ള സൈനിക നീക്കങ്ങളാണ് ഇരുഭാഗത്തുനിന്നും തുടരുന്നത്. ഇതുവരെ ഇരു രാജ്യങ്ങളിലും വൻ നാശനഷ്ടങ്ങളും ജീവഹാനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സംഘർഷം കൂടുതൽ കടുപ്പത്തിലേക്ക് നീങ്ങുന്നതിനു പ്രധാന കാരണം ഇസ്രയേലിനായി ചാരപ്പണി നടത്തിയെന്നാരോപിച്ച് ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയെന്ന ഇറാന്റെ നടപടിയാണ്. ഈ സംഭവം ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കി. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രതികാര ആക്രമണങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിലുയർന്നിട്ടുണ്ട്. ഇതിനിടെ ലെബനനിലെ സ്ഥിതിയും അതീവ ഗുരുതരമായി മാറിയിരിക്കുകയാണ്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ട് നഗരത്തിലെ ജനവാസമേഖലയിലുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 10 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. മധ്യ ബെയ്റൂട്ടിലെ സുഖാക് അൽബ്ലാത്ത് മേഖലയിലാണ് മുന്നറിയിപ്പില്ലാതെ ആക്രമണം നടന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു. സാധാരണ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾ ലക്ഷ്യമിടുന്നതായി ആരോപണങ്ങൾ ശക്തമാണ്. ഇറാന്റെ സൈനിക ഭരണ നേതൃത്വത്തിനെതിരായ ആക്രമണങ്ങളും സംഘർഷത്തെ കൂടുതൽ രൂക്ഷമാക്കുകയാണ്. ഇറാൻ ദേശീയ സുരക്ഷാ സംവിധാനത്തിലെ പ്രധാന വ്യക്തികളായ അലി ലാരിജാനിയും റവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ട ഗുലാം റേസ സുലൈമാനിയും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. ഈ സംഭവങ്ങൾ ഇറാന്റെ പ്രതിരോധ ശേഷിക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടൊപ്പം ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ പ്രതിനിധിയായ അമീർ സായദ് ഐരവാനി ഉയർത്തിയ ആരോപണങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഇസ്രയേലും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ പരമോന്നത നേതാവായ അലി ഖമനേയിയുൾപ്പെടെ നിരവധി പ്രമുഖർ കൊല്ലപ്പെട്ടതായി അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് സ്വതന്ത്ര സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്നതാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സംഘർഷത്തിൽ മനുഷ്യനാശം കുത്തനെ ഉയരുകയാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1300-ലധികം ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥ മരണസംഖ്യ 1858 കടന്നിരിക്കാമെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ വിലയിരുത്തൽ. ആശുപത്രികളും താമസമേഖലകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേൽ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് മനഃപൂർവ്വം ആക്രമണം നടത്തുകയാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ ഇസ്രയേൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ സൈനിക നീക്കങ്ങൾ സുരക്ഷാ ആവശ്യങ്ങൾക്കായാണെന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. അതേസമയം മറ്റൊരു പ്രധാന മുന്നണിയായ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം ലെബനനിൽ വൻ ദുരന്താവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതുവരെ 773 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തെക്കൻ ലെബനനിലെ സൈഡൻ നഗരത്തിൽ കാറിനെ ലക്ഷ്യമിട്ട മിസൈൽ ആക്രമണവും സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മയിൽ ഖതീബിനെ ലക്ഷ്യമിട്ട് രാത്രിയിൽ നടത്തിയ ആക്രമണവും സ്ഥിതിഗതികൾ കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നു. ഇതിലൂടെ സൈനിക നേതാക്കളെ നേരിട്ട് ലക്ഷ്യമിടുന്ന ആക്രമണങ്ങളിലേക്ക് സംഘർഷം മാറുന്നുവെന്ന ആശങ്ക ശക്തമാകുന്നു. ഇതിനൊപ്പം ഗാസ സ്ട്രിപ്പ് മേഖലയിലും ആക്രമണങ്ങൾ തുടരുകയാണ്. ഹമാസ് കമാൻഡറായ യഹ്യ അബു യബ്ദയെ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഇതോടെ ഗാസയിലെ സംഘർഷവും വീണ്ടും ശക്തമായിരിക്കുകയാണ്. കൊല്ലപ്പെട്ട അലി ലാരിജാനിയുടെ ഖബറടക്കം ബുധനാഴ്ച നടക്കാനിരിക്കെ ശക്തമായ പ്രതികാരം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേലിനെതിരെ വൻ മിസൈൽ ആക്രമണങ്ങൾ നടത്താനാണ് ഇറാന്റെ നീക്കം എന്നാണ് സൂചനകൾ. ഇത് സംഘർഷം കൂടുതൽ വ്യാപിക്കാനിടയാകുമെന്നാണ് വിലയിരുത്തൽ. സംഘർഷം ഇതിനകം തന്നെ ഇറാഖിലെ എർബിൽ മേഖലയിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. മധ്യപൂർവേഷ്യയിൽ വ്യാപകമായ യുദ്ധസാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന ആശങ്ക ശക്തമാണ്. ഇതിനിടെ അന്താരാഷ്ട്ര ഇടപെടലുകളും പ്രതിസന്ധിയിലാണെന്ന സൂചനകൾ ലഭിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാറ്റോ സഖ്യം പരാജയപ്പെട്ടതിനു തുടർന്ന് ഡൊണാൾഡ് ട്രംപ് രൂക്ഷ വിമർശനമുയർത്തി. ആഗോള എണ്ണ വ്യാപാരത്തിനും സമ്പദ്വ്യവസ്ഥയ്ക്കും നിർണായകമായ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഇപ്പോൾ വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ്. മൊത്തത്തിൽ ഇസ്രയേൽ-ഇറാൻ സംഘർഷം ഇനിയൊരു പ്രാദേശിക പ്രശ്നമായി മാത്രം നിലനിൽക്കുന്നില്ല. ലെബനൻ, ഗാസ, ഇറാഖ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ഈ സംഘർഷം ഒരു വ്യാപകമായ യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന ആശങ്ക ശക്തമാകുന്നു. അന്താരാഷ്ട്ര സമൂഹം അടിയന്തര ഇടപെടൽ നടത്താത്ത പക്ഷം പശ്ചിമേഷ്യ കൂടുതൽ അസ്ഥിരതയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.